ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ? ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കെട്ടിയെടുത്തേ. അങ്ങനെയാണെങ്കിൽ നിന്നെ വീട്ടിൽ കെട്ടുന്ന പ്രശ്നമേ ഇല്ല. ഓ, രക്ഷപ്പെട്ടു, പ്രശ്നമില്ലല്ലേ? ഇറങ്ങി പോടാ. എടാ സതീർത്യ, ഈ സെക്കൻഡ് സാധനങ്ങൾ വെക്കുന്ന കൂട്ടത്തിൽ എന്റെ ഒരു പേര് എഴുതി വെക്കടാ. എനിക്ക് 4 നേരം നന്നാ മതി. പിന്നെ മാസം ഒരു 1500 രൂപയും. നിനക്കേ ഈ വീട്ടിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തരില്ല. എടാ, ഈ അനാഥ പിള്ളേരെ കൂട്ടത്തിൽ എന്നെ കൂട്ടിക്കൂടെ? അനാഥ പിള്ളേരോ? നീ അവരെന്താ വിളിച്ചേ? കാണിച്ചു തരാടാ. നീ തല്ലാനാണോ? എവിടെ? ഇതൊരു നടക്കി പോണ ലക്ഷണം ഇല്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാവിലെ ലഞ്ചൊക്കെ കഴിഞ്ഞോ? ആളെ കണ്ടുട്ടോ? നമ്മളിവിടെ കുറച്ച് ദിവസമൊക്കെ ഉണ്ടാവും. വെരി നൈസ് പില്ലോ. നീ പിള്ളേരെ പറ്റി എന്താ ധരിച്ച്? വ്യക്തമായ മേൽവിലാസവും അവകാശങ്ങളും ഇവർക്കുണ്ട്. ഒരാൾ അകത്ത് കിടന്ന് ഉറങ്ങ, അതെങ്ങാനും കേട്ടാ നിന്റെ ദേഹത്തുനിന്ന് ചോര തെറിക്കും. അവക്ക് 2 വയസ്സാ, അറിയാതൊന്നും മാറിയ. കണ്ടോ, ഇതാണ് ഉടമ്പടി പ്രമാണം. ലാഭമില്ലാത്തൊരു കച്ചവടത്തിനും ഈ സിദ്ധാർത്ഥം നിൽക്കില്ല. അനാഥരാണത്ര. വന്ന വണ്ടി കിട്ടില്ലെങ്കിൽ കിട്ടണ വണ്ടിക്ക് നാട്ടി പോടാ. പോകാം, പക്ഷെ ഒരു അപേക്ഷയുണ്ട്. വഴിയരിയിൽ ഒരു അജ്ഞാത പ്രേതം കിടക്കണ കണ്ടാൽ മുഖം വെട്ടിച്ച് നടക്കരുത്. മൃതദേഹം പൊതുദർശനത്തിന് വെക്കരുത്. ആരും റീത്ത് സമർപ്പിക്കരുത്. പോലീസിനെ കൊണ്ട് ആകാശത്തേക്ക് വെടിവെപ്പിക്കരുത്. പാവം കാക്കകൾ മനസമാധാനത്തിൽ പറഞ്ഞോട്ടെ. കത്തിക്കുമ്പോ തീ ഉപയോഗിക്കരുത്. പിന്നെ വടിയിട്ട് കുത്തി ഇളകണ പരിപാടി വേണ്ട. ശവത്തിലായാലും മറ്റുള്ളവർ കുത്തി വേദനിപ്പിക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഈ കുശാല ഭക്തൻ മറ്റുള്ളവർക്ക് ഒരു ലഗേജ് ആവരുത്, പാരാവരുതെന്ന്. നീ എന്താ തലയിൽ വെച്ച് കൊണ്ടുവന്നേ? ആവില്ല. അവലെങ്കി അവല് എടുത്തകത്ത് വെക്ക്. എന്നിട്ട് ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഒരു ചാക്ക് വെച്ച് കിടത്തോ. ആ മക്കളെ, ഒരാഴ്ചത്തേക്കുള്ള ഭക്ഷണമായി. ബാക്കി നമുക്ക് വിൽക്കാട്ടാ.